ഭാരതീയരായ എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ദേശസ്നേഹത്തിൽ പൊതിഞ്ഞ കൂപ്പുകൈ. രാഷ്ട്രം 74 സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. പതിവിലും വിപരീതമായി ഏറെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് ഈ സ്വാതന്ത്ര്യ ദിനം കടന്നു പോകുന്നത്. ലോകത്തെ ആകമാനം വികസിച്ച മഹാമാരി, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങൾ എത്തുന്ന വെല്ലുവിളികൾ. എന്നാൽ 74 വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾ നീണ്ട വിദേശാധിപത്യത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കിയ നമുക്ക് തീർച്ചയായും എല്ലാവിധ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കഴിയും. അതെ, അതാണ് എൻ്റെ ഇന്ത്യ. തീർച്ചയായും നമ്മൾ അതിജീവിക്കും. ആ ഒരു പ്രത്യാശയോടെ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യദിന ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. 1947 ആഗസ്റ്റ് 15 ഏതൊരു ഭാരതീയനും അഭിമാനത്തോടെ നെഞ്ചിലേറ്റുന്ന ദിവസം. അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു കയറിയ ദിനം. അതിൻ്റെ സ്മരണകൾ അയവിറക്കുന്ന ധന്യ മുഹൂർത്തമാണ് സ്വാതന്ത്ര്യ ദിനം. എല്ലാ വർഷവും നാം പതാക ഉയർത്തിയും ദേശഭക്തിഗാനം ആലപിച്ചും മധുരം വിതരണം ചെയ്തും നാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. ഒപ്പം തന്നെ സ്വാതന്ത്ര്യം നേടിത്തരാനായി ജീവൻ ഹോമിച്ച ധീരദേശസ്നേഹികളെ ഓർക്കുവാനും ആദരിക്കാനുമുള്ള ദിവസം കൂടിയാണിത്. ബാലഗംഗാധര തിലകൻ, ലാലാ ലജ്പത് റായ്, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, റാണി ലക്ഷ്മിബായി, താന്ത്യ തോപ്പി എന്നിങ്ങനെ ധീരദേശ സ്നേഹികളുടെ നീണ്ട നിര തന്നെ സ്വാതന്ത്ര്യ സമരത്തിന് ചുക്കാൻ പിടിക്കാൻ മുന്നിട്ടിറങ്ങി. അഹിംസയുടെ മന്ത്രമായി ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി. ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ആരും നമുക്ക് ഔദാര്യമായി തന്നതല്ല. നമ്മുടെ ധീരദേശാഭിമാനികൾ ചോര ചിന്തിയും പടപൊരുതിയും നേടിയെടുത്തതാണ്. എന്നാൽ നാം സ്വാതന്ത്ര്യം നേടി എന്ന് നാം അഭിമാനിക്കുമ്പോഴും പല മേഖലയിലും നാം യഥാർത്ഥ സ്വാതന്ത്ര്യം കൈവരിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. തൊഴിലില്ലായ്മയും അഴിമതിയും അക്രമ രാഷ്ട്രീയവും ബാലവേലയുമെല്ലാം സ്വതന്ത്ര ഭാരതത്തിന് കളങ്കം വരുത്തുന്ന നഗ്ന സത്യങ്ങളാണിത്. ഇന്ന് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, പാവങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു, ആദിവാസി ഊരുകളിൽ പട്ടിണി മരണം നടക്കുന്നു, ഭീകരവാദവും തീവ്രവാദവും എല്ലാം നമ്മുടെ അഖണ്ഡതയ്ക്ക് കോട്ടം തട്ടിക്കുന്നു. അക്രമരാഹിത്യത്തിൻ്റെയും അഹിംസയുടെയും മതേതരത്വത്തിൻ്റെയും സഹിഷ്ണുതയുടെയും പാതയിലൂടെയാണ് നാം സ്വാതന്ത്ര്യം നേടിയെടുത്തത്. പ്രാദേശികവാദവും വർഗീയ കലാപവും ജാതി ചിന്തയും എല്ലാം വെടിഞ്ഞ് നാം ഇന്ത്യ എന്ന വികാരത്തെ നാം മുറുകെ പിടിക്കേണ്ടിയിരിക്കുന്നു. ഭാരതം എൻ്റെ നാടാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന ഈ പ്രതിജ്ഞ ഓരോ നിമിഷവും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഓരോ സ്വാതന്ത്ര്യദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. നന്ദി, നമസ്കാരം. कुछ
വികാരി അച്ഛ, പ്രിയപ്പെട്ട ജിൻഡോ അച്ഛ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഇന്ന് ഓഗസ്റ്റ് 15 രണ്ട് വിശിഷ്ട സംഭവങ്ങൾ ഒന്നുചേരുന്ന പുണ്യദിനം. ഒന്ന്, നാം പിറന്ന നമ്മുടെ രാജ്യത്തിന്റെ 74ാം സ്വാതന്ത്ര്യ ദിനം. രണ്ട്, നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനം. ഈ 2 ദിവസത്തിന്റെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ ഏറ്റവും സന്തോഷത്തോടെ എല്ലാവർക്കും നേരുന്നു. പ്രിയപ്പെട്ടവരെ, ഭാരതം സ്വതന്ത്രമായി 73 വർഷം പൂർത്തിയാക്കി 74ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ അവസരത്തിൽ ഒരു നിമിഷം ഞാനും നമ്മളും ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ മധുരിമ നമുക്ക് നേടിത്തന്ന ഒട്ടനവധി സ്വാതന്ത്ര്യ സമര സേനാനികളെയും നേതാക്കളെയും അനുസ്മരിച്ചുകൊണ്ടും അവർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുമല്ലാതെ ഈ ദിവസം കടന്നുപോകാൻ നമുക്ക് കഴിയുകയില്ല. നൂറ്റാണ്ടുകളായി വൈദേശിക ശക്തികളുടെ ഭരണത്തിലായിരുന്ന നമ്മുടെ രാജ്യം നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങളെല്ലാം ഒറ്റ രാജ്യമായി ഒരു ജനതയായി രൂപപ്പെടുത്തി സ്വന്തം സംസ്കാരവും ഭരണഘടനയും രൂപപ്പെടുത്തി പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് നാം എത്തിയതിനു പിന്നിൽ ഈ രാജ്യത്തിന്റെ പെരുമാറിൽ നിന്നും മുൻപേ പറന്നുപോയ പല ധീരാത്മാക്കളുടെയും ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളും പോരാട്ടങ്ങളും നാം മറന്നുകൂടാ. ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം, അതായത് എനിക്കും നിങ്ങൾക്കും സമത്വത്തിനുള്ള അവകാശം, രാജ്യത്തിന്റെ അച്ചടക്കത്തിനും നിയമത്തിനും വിധേയമായി ആശയവിനിമയം നടത്തുന്നതിനും സംഘടിക്കുന്നതിനുമുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, അവരവരുടെ ഭാഷയും സംസ്കാരവും നിലനിർത്തുന്നതിനും വിദ്യാഭ്യാസത്തിനുമുള്ള അവകാശം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം, വസ്തുവകകളുടെ ഉടമസ്ഥതയ്ക്കുള്ള അവകാശം, മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് സ്ഥാപിച്ചെടുക്കുന്നതിനുള്ള അവകാശം, ഇവയെല്ലാം നാം അനുഭവിക്കുന്നത് അനേകരുടെ വിയർപ്പിന്റെയും അനേകരുടെ രക്തസാക്ഷിത്വത്തിന്റെയും വിലയായാണ്. ഇത്തരത്തിൽ നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്നതിന് നാം കടപ്പെട്ടിരിക്കുന്നവരാണ്, ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നവരാണ്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക, ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കുക, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുക, എല്ലാവരുമായി സൗഹൃദവും സാഹോദര്യവും വളർത്തുക, നമ്മുടെ മഹത്തായ സംസ്കാര പൈതൃകത്തെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നിവയിലൂടെ എല്ലാം നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യത്തെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. വിവിധ ഭാഷകൾ, മതങ്ങൾ, സംസ്കാരങ്ങൾ എന്നിവകളുടെ സംഗമസ്ഥലമായ ഈ മഹാരാജ്യത്തിൽ പിറന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. പല രൂപത്തിലും നിറത്തിലും വലുപ്പത്തിലുമുള്ള മുത്തുകൾ കലാവിരുതോടെ ഒറ്റനൂലിൽ കോർത്തു വെക്കുമ്പോൾ മാത്രമാണ് മനോഹരമായ ഒരു മാല രൂപപ്പെടുന്നത്. പരസ്പര സാഹോദര്യത്തിന്റെ സ്വർണ്ണനൂലിൽ നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷതകൾ കോർത്തിണക്കി ഒരിക്കലും പൊട്ടാത്ത ഒരു മാലയായി നമുക്ക് നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കാം. നമുക്കറിയാം, സ്വാതന്ത്ര്യം എന്നത് അന്ധകാരത്തു നിന്ന് പ്രകാശത്തിലേക്കുള്ള ഒരു മാറ്റമാണെന്ന്. അന്ധകാരത്തിന്റെ കലവറയായ അടിമത്തം, അടിച്ചമർത്തൽ, ദാരിദ്ര്യം എന്നിവയിൽ നിന്നും രക്ഷയിലേക്ക് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്ക് തന്റെ ജനങ്ങളെ കൈപിടിച്ചുയർത്തിയ ലോകം കണ്ട ഏറ്റവും വലിയ നേതാവായിരുന്നു ഈശോ. ഈ രക്ഷകന്റെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോഹണ തിരുനാളും നാം ഇന്ന് ആചരിക്കുകയാണ്. രക്ഷയുടെ സുവിശേഷം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷം ലോകത്തെ അറിയിക്കുന്നതിനു വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത യേശുക്രിസ്തുവിന്റെ അമ്മ എന്ന ഉന്നത സ്ഥാനമാണ് പരിശുദ്ധ കത്തോലിക്കാ സഭ മാതാവിന് നൽകിയിരിക്കുന്നത്. ജീവിതത്തിൽ എവിടെയൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടോ, എവിടെയൊക്കെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എവിടെയൊക്കെ അന്ധകാര ശക്തികളുടെ നിഴൽ വീണിട്ടുണ്ടോ, അവിടെയൊക്കെ നമ്മെ സ്വാതന്ത്ര്യത്തിന്റെ ശക്തിയായ രക്ഷയുടെ അടയാളമായ യേശുവിലേക്ക് അടുപ്പിക്കുന്നത് പരിശുദ്ധ മാതാവാണ്. സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നത് എപ്പോഴും പിശാചിന്റെ ശക്തിയിലും പ്രവർത്തനത്തിലുമാണ്. സകല നാരകീയ ശക്തികളെയും അതിജീവിക്കുന്നതിനും പിശാചിന്റെ തല തല്ലി തകർക്കുന്നതിനും കഴിവുള്ള പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥവും നമ്മുടെ ജീവിതത്തിന്റെ കൈമുതലായി നമുക്ക് സ്വീകരിക്കാം. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ദരിദ്രർക്ക് നല്ല വാർത്തയും പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ ശക്തി അനുഭവിക്കുന്നതിന് ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഈ നല്ല ദിവസം ദൈവമേ, യഥാർത്ഥ സ്വാതന്ത്ര്യം ഞങ്ങൾ അനുഭവിക്കുന്നതിനും അതൊരിക്കലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നതിനുമുള്ള അനുഗ്രഹവും കൃപയും തരണമെന്ന് പരിശുദ്ധ മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭാരതത്തിന്റെ 74ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെയും പരിശുദ്ധ മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിന്റെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയായി. ചെല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയായി. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനുമിരിക്കും. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനുമിരിക്കും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയായി. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയായി. മാലാഖനിരതൻ സ്തുതി സാഗരത്തിൽ എൻ സ്വരമരുവിയായി ചേരും. മാലാഖനിരതൻ സ്തുതി സാഗരത്തിൽ എൻ സ്വരമരുവിയായി ചേരും. നൈരാശ്യവനിയിൽ പ്രത്യാശ പകരും പനിനീർ പുഷ്പങ്ങൾ വിടരും. നൈരാശ്യവനിയിൽ പ്രത്യാശ പകരും പനിനീർ പുഷ്പങ്ങൾ വിടരും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയായി. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയായി. സദസ്സിന് വന്ദനം. ഇന്ന് ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനവും ഒപ്പം തിരുസഭ പരിശുദ്ധ ദേവമാതാവിന്റെ സ്വർഗാരോഹണവും ഒരുപോലെ ഓർമ്മിക്കുന്ന അനുഗ്രഹ ദിനം. ഈ രണ്ട് ആഘോഷങ്ങളും സ്വാതന്ത്ര്യം എന്ന മഹാസത്യത്തെ ഓർമ്മിപ്പിക്കുന്നു. അമ്മയെക്കുറിച്ച് അല്പം നമുക്ക് ചിന്തിക്കാം. ഇതാ കർത്താവിന്റെ ദാസി എന്ന എളിമയുടെ മനോഭാവം സ്വീകരിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ മാതാവിന്റെ സ്വർഗാരോഹണം 1950 നവംബർ 1 12 പിയൂസ് പാപ്പ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള വഴി അവളിലൂടെ സഭ കണ്ടെത്തി. പരിശുദ്ധ ദേവമാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിനോടൊപ്പം സ്വാതന്ത്ര്യ ദിനവും നാം ഇന്ന് ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ദീർഘവർഷത്തെ കഠിന പ്രക്ഷോഭത്തിന് ശേഷം ഞങ്ങൾക്ക് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം ലഭിച്ച ദിവസമാണ് ഇന്ന്. ദേശസ്നേഹം ഒരു ദിവസത്തേക്ക് മാത്രം ഒതുങ്ങേണ്ടതല്ല. ഏതൊരു അവസരത്തിലും ഇന്ത്യ ആകുന്ന കരുതലിനോടും നാം സ്നേഹവും കടപ്പാടും ഉള്ളവരാകണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും പരിശുദ്ധ ദൈവമാതാവിന്റെ ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ മംഗളങ്ങൾ നേരുന്നു. ജയ് ക്രൈസ്റ്റ്.
കൂട്ടുകാരി, നിങ്ങൾക്ക് കല്യാണം കൂടാൻ പോകുന്നത് ഇഷ്ടമല്ലേ? നല്ല ഉടുപ്പൊക്കെ ഇട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അടിച്ചു പൊളിക്കാനേ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കല്യാണ വിരുന്നിനെ കുറിച്ചുള്ള കഥയാണ്. ഈ കഥ നടക്കുന്നത് അങ്ങ് കാനായിലാണ്. മാതാവിന്റെ കൂട്ടുകാരിന്റെ വീട്ടിലാണ് കല്യാണം. മാതാവും ഈശോയും ശിഷ്യന്മാരും അവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. കല്യാണ പെണ്ണേനും ചെക്കനും എല്ലാവരും ആശംസകളും സമ്മാനങ്ങളും നൽകുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്കാണ് മാതാവ് വാക്കരി അറിഞ്ഞത്. അവിടുത്തെ വീടിനെ തുറന്നു പോയിരിക്കുന്നു. എന്തു ചെയ്യും? വിരുന്നുകാരോട് എന്തു പറയും? നാണം കെട്ടുപോകല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുകയാണ് അവിടുത്തെ വീട്ടുകാര്. മാതാവിന് വലിയ സങ്കടമായി. അവിടെ ഓടിച്ചെന്ന് ഈശോയോട് പറഞ്ഞു, മോനെ, ഇവിടുത്തെ വീടിന് തുറന്നു പോയിരിക്കുന്നു, നീ എന്തെങ്കിലും ചെയ്യണം. ഈശോ പറഞ്ഞു, അതിന് നമ്മൾ എന്ത് ചെയ്യാനാ അമ്മേ? മാതാവാക്കാരൊന്നും ശ്രദ്ധിക്കാതെ നേരെ ചെന്ന് കലവരക്കാരനോട് പറഞ്ഞു, നിങ്ങൾ ഈശോ പറയുന്നത് പോലെ ചെയ്യൂ. അവിടെ 6 വലിയ ഭരണികൾ ഇരിപ്പുണ്ടായിരുന്നു. ഇതിലെല്ലാം വെള്ളം നിറച്ചേക്കാൻ ഈശോ അവരോട് പറഞ്ഞു. വെള്ളമോ? അവർ ചോദിച്ചു. എന്നാലും അതവർ ചെയ്തു. ഈശോ അല്പനേരം മനസ്സിലെന്തോ പറ്റിച്ചു. ഇനി ഇതെല്ലാവർക്കും കൊണ്ട് കൊടുത്തോളൂ. അത് രുചിച്ചു നോക്കിയവരെല്ലാം അത്ഭുതപ്പെട്ടു പോയി. ആ പച്ച വെള്ളം നല്ല രുചിയുള്ള വീഞ്ഞായി മാറിയിരിക്കുന്നു. ആ കല്യാണ വീട് വീണ്ടും സന്തോഷത്താൽ നിറഞ്ഞു. പ്രിയപ്പെട്ട കൂട്ടുകാരി, ഈശോ ആദ്യമായി ചെയ്ത അത്ഭുതമായിരുന്നു ഇത്. ഈ കഥയിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാകും. മാതാവ് പറഞ്ഞാൽ ഈശോയ്ക്ക് ഒരിക്കലും പറ്റില്ല എന്ന് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് മാതാവ് വഴിയായി ചോദിച്ചാൽ നമുക്കും നമ്മുടെ ആഗ്രഹങ്ങൾ ഈശോ സാധിച്ചു തരും. ജയ് ക്രൈസ്റ്റ്. ആദിത്യപ്രഭപോൽ ശോഭിക്കും മാതേ, പാദത്തിൽ ഞങ്ങൾ നിന്റെ ബാലരാദാസ സംഗീതം തേടുന്നു. പാലകി പാലിക്കണേ. പള്ളികൾ നടുവേ വളരുന്ന റോസ വെള്ളപ്പൂ പോലെ എന്നിൽ വന്നു വസിച്ചു കൊള്ളുക നായകിയേ. ഈകത്തിൻ മേലും നിൻപുത്ര ഞങ്ങൾ ആഘാതമോടിച്ചോട. പാടുള്ള ഭക്തിയ തോടുദിനം പ്രതി ഇടവവിമാസവാതിൽ പാടിട ഞങ്ങൾ ദോഷമാരോടും കൂടി നിൻ സന്നദ്ധിയിൽ. പാടിട ഞങ്ങൾ ദോഷമാരോടും കൂടി നിൻ സന്നദ്ധിയിൽ. സമൂഹ സദസ്സിന് വന്ദേനം. ആദ്യമായി തന്നെ മാതാവിനെ സ്വർഗാരോഹണ തിരുനാളിന്റെയും സ്വാതന്ത്ര്യ ദിനത്തിന്റെ മംഗളങ്ങൾ നേരുന്നു. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സഹിച്ച സ്ത്രീയാണ് പരിശുദ്ധ കന്യാമറിയം. സഹനത്തിന്റെ തീച്ചൂളിൽ വെന്തുരുകിയപ്പോഴും പിതാവായ ദൈവത്തിൽ കാതുകൊടുത്ത് അമ്മ പുത്രനായ ഈശോന്റെ കൂടി എല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ച അമ്മ. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈശോനോട് മാസം അപേക്ഷിച്ച ആ അമ്മയാണ് നമ്മുടെ ബലം. പ്രതികൂല സാഹചര്യങ്ങളിലും വേദനാജനകമായ നിമിഷങ്ങളിലും ആ അമ്മയുടെ സാമീപ്യം നമുക്ക് ഏവർക്കും അനുഭവവേദ്യമാണ്. ഈശോയിൽ എത്തിച്ചേരാനുള്ള എളുപ്പമാർഗമാണ് മരിയ ഭക്തി എന്നും ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എനിക്ക് താൻ സ്നേഹ സമ്മാനമാണ്. പരിശുദ്ധ അമ്മ, സ്വർഗത്തിൽ നിന്ന് എനിക്കായി മാസം അപേക്ഷിക്കുന്ന എൻ്റെ അമ്മ. നമുക്ക് ഏവർക്കും ആ അമ്മയിലൂടെ ഈശോയിലേക്ക് കൂടുതൽ അടുക്കാം. ഈ ഇരടികൾ നമുക്ക് നെഞ്ചോട് ചേർക്കാം. എന്തോ നല്ല അമ്മ, എന്നോടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേരമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേരമ്മ. നന്ദി. ജയ് ക്രൈസ്റ്റ്.
ഫാദേഴ്സ്, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളിന്റെയും ഭാരതത്തിന്റെ 73ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെയും ആശംസകൾ അറിയിക്കുന്നു. നാം ഇന്ന് രണ്ട് അമ്മമാരുടെ തിരുനാളുകൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളും നമ്മുടെ ജന്മഭൂമിയായ ഭാരതത്തിന്റെ 73ാം സ്വാതന്ത്ര്യ ദിനവും. നമുക്കറിയാം, പരിശുദ്ധ അമ്മ നമ്മുടെ ഏവരുടെയും അമ്മയാണ്. പിശാചിന്റെ തലതകർത്ത് പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് മോചനം നൽകുന്നവളാണ് പരിശുദ്ധ അമ്മ. നമ്മുടെ അപേക്ഷകൾ നിരസിക്കാതെ അത് തന്നെ തിരുക്കുമാരന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവളുമാണ്. ആ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. സഭയുടെ ആദിമ നൂറ്റാണ്ടുകളിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിച്ചിരുന്നു. പരിശുദ്ധ അമ്മ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ആത്മശരീരങ്ങളോടുകൂടി സ്വർഗത്തിലേക്ക് ആരോപിതയായി എന്ന് സഭയുടെ ചരിത്രവും പാരമ്പര്യവും സാക്ഷ്യപ്പെടുത്തുന്നു. 1950 നവംബർ 1-ാം തീയതി പരിശുദ്ധ പിതാവ് 12-ാം പിയൂസ് മാർപ്പാപ്പയാണ് ഇതൊരു വിശ്വാസ സഖ്യമായി പ്രഖ്യാപിക്കുന്നത്. അതോടുകൂടി പരിശുദ്ധ അമ്മ ആത്മശരീരങ്ങളോടുകൂടി സ്വർഗാരോഹണം ചെയ്തു എന്ന് സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ജന്മഭൂമിയായ ഭാരതത്തിന്റെ 73ാം സ്വാതന്ത്ര്യ ദിനവും കൂടിയാണ്. ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ചില മൗലിക അവകാശങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മൗലികാവകാശം എന്നതാണ്. എന്താണ് സ്വാതന്ത്ര്യം? വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിനടിമയാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യമാണ്. പൈശാചിക ബന്ധനങ്ങളിൽ നിന്നുമുള്ള മോചനമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അത് ഈശോയ്ക്ക് മാത്രമേ നമുക്ക് തരാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറയുന്നു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. എന്താണ് സത്യം? ഈശോ പറയുന്നു, പിതാവേ, നിന്റെ വചനമാണല്ലോ സത്യം. നിന്നെയും നീ അയച്ച പുത്രനെയും അറിയുക, അതാണ് സത്യം. വചനത്തെ അറിഞ്ഞ് അതിലൂടെ സത്യത്തെ അറിയുകയും അതിലൂടെ ദൈവത്തെ അറിയുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. സത്യം നന്മയാണ്, നന്മ ഈശ്വരനാണ് എന്ന് മഹാത്മാഗാന്ധി പറയുന്നു. കർത്താവ് തന്നെ കുരിശുമരണത്തിലൂടെ നേടുത്തുന്ന സ്വാതന്ത്ര്യം നമ്മൾ ഓരോരുത്തരും നമ്മുടേതാക്കി മാറ്റേണ്ടതാണ്. സ്വാതന്ത്ര്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് സന്തോഷവും സമാധാനവുമാണ്. എന്നാൽ ലോകത്തിലെ മനുഷ്യർക്ക് ഇന്നില്ലാത്തത് ഇവ രണ്ടുമാണ്, സന്തോഷവും സമാധാനവും. ലോകത്തെങ്ങും COVID-19 എന്ന മഹാമാരി കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിനായി അപേക്ഷിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിന്റെയും ഭാരതത്തിന്റെ 73ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെയും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്. ഭാരത
സുഖമാണോ? എൻ്റെ പേര് സന തോമസ്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സുഗതകുമാരി ടീച്ചർ എഴുതിയ കുറിഞ്ഞിപ്പൂക്കൾ എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. മഴുതിന്ന മാമര കൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറകു ൂരിളക്കി മൂമെന്നോർത്തു പതുക്കി അനങ്ങാതെ പാവം പെട്ടുപാടിടുന്നു. ഇടറുമീ ഗാനമെറ്റുപാടുവാൻ കൂടെ ഇണയില്ല, കൂട്ടിന്നു കിളികളില്ല. പതിവ് പോൽ കൊത്തി പിരിഞ്ഞുപോയി മേച്ചൂടില ചുണർത്തിയ കൊച്ചുമക്കൾ. ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനും കാറ്റും മനസ്സിൽ കൊടിയിരുത്തി വരവായൊരന്തിയെ കണ്ണാലൊഴിഞ്ഞുകൊണ്ടൊരു കൊച്ചുരാപ്പ് അറിഞ്ഞ നേരം ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. നന്ദി.
നീ ധന്യ താപസകെന്നും നീ മാർഗം തനയരിൽ നിറയും ഭാഗ്യം ഭാഗ്യം കർമ്മലനാദേ വാഴ്ക നിർമ്മല കന്യേ വാഴ്ക സുരവില സുന്ദര സ്തുതികാരങ്ങൾ
സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുകമാളോരെ. അവൻ അണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്കു നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. ഈ ഞാറ്റുവേല പാട്ടിലുണ്ട് നമ്മുടെ ശ്രീയേശു. ഈ കാട്ടുമുല്ല പൂവിലുണ്ട് നമ്മുടെ പൊന്നേശു. ഈ ഞാറ്റുവേല പാട്ടിലുണ്ട് നമ്മുടെ ശ്രീയേശു. ഈ കാട്ടുമുല്ല പൂവിലുണ്ട് നമ്മുടെ പൊന്നേശു. അഞ്ചപ്പം 5000 കണ്ണവനേകിയതും കാനായിൽ കല്യാണത്തിനു വീഞ്ഞൊരുക്കിയതും. അഞ്ചപ്പം 5000 കണ്ണവനേകിയതും കാനായിൽ കല്യാണത്തിനു വീഞ്ഞൊരുക്കിയതും. ഗുരുവല്ലേ കൃപയല്ലേ കുരിശേ. ऐ वतन मेरे वतन, ऐ वतन आबाद रहे तो, आबाद रहे तो। वतन वतन मेरे आबाद रहे तो, ऐ वतन वतन मेरे आबाद रहे तो। मैं जहाँ रहूँ जहाँ में याद रहे तो, ऐ वतन मेरे वतन, ऐ वतन मेरे वतन। മനതാരിൽ മറയാത്ത മഴവില്ലല്ലോ, ആത്മാവിലെ അൾത്താരയിൽ പൊലിയാത്ത പൊൻപൂവല്ലോ. ആരോരുമില്ലാത്ത നേരങ്ങളിൽ കണ്ണീരു തൂവുന്ന യാമങ്ങളിൽ ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. മരിയാമ്പികേ
മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. കൃപയാർന്ന നൽ പൂങ്കാവനമേ, മൃതമേറ്റ വിണ്ണടിയാട്ടിനീ. കൃപയാർന്ന നൽ പൂങ്കാവനമേ, മൃതമേറ്റ വിണ്ണടിയാട്ടിനീ. നൃപനേശുവിൻ പ്രിയനായി ഞാൻ ഇനി മാറുവാൻ തുണയേകണേ. മിഴിപൂത്തു നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ, തളിരിട്ട സ്വർഗീയ കൃപ നീ. മിഴിപൂത്തു നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ, തളിരിട്ട സ്വർഗീയ കൃപ നീ. മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. जनगणमनाधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंग तव शुभ नाम जागे, तब शुभ आशीष मांगे।